ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രീ ഓപ്പറേറ്റീവ് കെയർ ആണ്. ഒരു GDA സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു GDA സ്റ്റാഫ് എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സർജറിക്ക് മുന്നേ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, പേഷ്യൻ്റെ കൂടെ നിന്ന് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പ്രീ ഓപ്പറേറ്റീവ് കെയർ എന്ന് പറയുന്നത്. പ്രീ ഓപ്പറേറ്റീവ് ഇൻ ദ സെൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറിക്ക് മുന്നേ ഉള്ള സമയത്തിനെയാണ് പ്രീ ഓപ്പറേറ്റീവ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ ഡെഫിനിഷനാണ്. പ്രീ ഓപ്പറേറ്റീവ് കെയർ റെഫേഴ്സ് ടു ഓൾ പ്രിപ്പറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ പേഷ്യൻറ്റ് ഫ്രം ദ ടൈം സർജറി ഈസ് ഡിസൈഡഡ് അണ്ടിൽ ദ പേഷ്യൻറ്റ് ഈസ് ടേക്കൺ ടു ഓപ്പറേറ്റിംഗ് റൂം. അതായത് ഒരു പേഷ്യൻറ്റിനെ സർജറിക്ക് തൊട്ട് മുന്നേ വരെയുള്ള ടൈം പീരീഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പേഷ്യൻറ്റിനെ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി കൊണ്ടുവരേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പ്രീ ഓപ്പറേറ്റീവ് കെയർ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ നേട്ടം എന്താണ്, ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെയാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. എൻഷുർ ദ പേഷ്യൻ്റ് ഈസ് ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി പ്രിപ്പയർഡ് ഫോർ സർജറി. അതായത് പേഷ്യൻറ്റിനെ ഫിസിക്കലി ഫിറ്റാക്കുക. കാര്യം BP, പൾസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോർമലാവുക, വേറെ ഒരു ഇൻഫെക്ഷനോ പനിയോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഫിസിക്കലി ഒരു പേഷ്യൻറ്റിനെ ഫിറ്റായതിനു ശേഷം മാത്രമേ സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുള്ളൂ. സോ അങ്ങനെ പേഷ്യൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റാറ്റസ് ഓക്കെ ആണോ നോക്കുക, ആൻഡ് സൈക്കോളജിക്കലി അവരെ പ്രിപ്പയർ ചെയ്യുക. സൈക്കോളജിക്കലി മീൻസ് അവരെ മെൻ്റലി ഓക്കെ ആക്കി വെക്കുക. ചിലപ്പോൾ ഒരു ആൻസൈറ്റി കാണാം, ചിലപ്പോൾ ഒരു ഫിയർ, ഒരു പേടി കാണാം, സർജറി എന്താവും, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഫസ്റ്റ്ലി പോകുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഭയങ്കരമായിട്ടും ഒരു ആൻഷ്യസ് ആയിട്ടുള്ള മൈൻഡായിരിക്കും. സോ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ നമ്മൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് വേണ്ടത്ര ഒരു കെയർ കൊടുത്ത് റെഡിയാക്കി എടുക്കുക എന്നതാണ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ മിനിമൈസ് റിസ്ക് ആൻഡ് പ്രിവെൻറ്റ് കോംപ്ലിക്കേഷൻസ് സച്ച് ആസ് ഇൻഫെക്ഷൻ, ആസ്പിറേഷൻ, റോങ് സൈഡ് സർജറി. അതായത് മിനിമൈസ് ചെയ്യുക. എന്താണ് റിസ്ക്? ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് സർജറി ടൈമിൽ. അതിലൊന്നാമത്തതാണ് ഇൻഫെക്ഷൻ. ഒരു ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പേഷ്യൻറ്റിനെ കൂടെ അറിയിക്കുക. ദെൻ ആസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ സർജറിക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് നമുക്കിങ്ങനെ നമ്മൾ അനസ്തീഷ്യ കൊടുത്ത് കിടക്കുന്ന ടൈമിൽ തിരിച്ചത് വൊമിറ്റായിട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ നെറുകിൽ കയറാമെന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള പലതും സംഭവിക്കാം. ശ്വാസകോശത്തിലോട്ടൊക്കെ ഫുഡിൻ്റെ കണ്ടൻസ് പോകാനുള്ള സാധ്യതയുണ്ട്. സോ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. സർജറിക്ക് മുന്നേ ഒരു 6 hours 8 hours ഒക്കെ ഫുഡോ വെള്ളമോ ഒന്നും കഴിക്കാണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം സർജറിക്ക് മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ റോങ് സൈഡ് സർജറി, പേഷ്യൻറ്റിനോട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡിലാണോ എവിടെയാണെന്നുള്ളത് പ്രോപ്പർലി നമ്മൾ പറഞ്ഞ് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി എല്ലാ റിപ്പോർട്ടിൽ എഴുതി വെക്കുക. സോ അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ റോങ് സൈഡ് സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതായത് തെറ്റായിട്ടുള്ള സ്ഥലത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ സർജറി ചെയ്യുക, സൈഡ് മാറിപ്പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർജറി ആയി പോവുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രീ ഓപ്പറേറ്റീവ് കെയർ ഉണ്ടെങ്കിൽ മിനിമൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു റിസ്ക്, ആ ഒരു കോംപ്ലിക്കേഷൻസിനെ നമുക്ക് മാറ്റാൻ പറ്റും. ദെൻ പ്രൊവൈഡ് ബേസ് ലൈൻ അസസ്മെൻറ്റ് ടു ഗൈഡ് അനസ്തീഷ്യ ആൻഡ് സർജിക്കൽ കെയർ. അതായത് നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുന്നേ തന്നെ, ഇപ്പോൾ സർജറി ടൈമിലാണ് നമ്മൾ കൊടുക്കുന്നത് അനസ്തീഷ്യ. സോ പ്രയർ ടു സർജറിക്ക് മുന്നേ തന്നെ വേറെ ഒരു ദിവസം മുൻകൂട്ടി എന്തൊക്കെയാണ് പേഷ്യൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും അലർജി ഉണ്ടോ, പേഷ്യൻറ്റിന് വെൻറ്റിലേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഏത് അനസ്തേഷ്യയാണ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ അനസ്തേഷ്യയുടെ പരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ സർജറി ടൈമിലുള്ള കാര്യങ്ങളും എല്ലാം മുൻകൂട്ടി തന്നെ ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഡോക്ടറിനോടത്താണെങ്കിൽ സജഷൻസ് ചോദിച്ചെല്ലാം പേഷ്യൻറ്റിനെ മുൻകൂട്ടി അറിയിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് കീ കോമ്പണൻസ് ഓഫ് പ്രീ ഓപ്പറേറ്റീവ് കെയർ. അതിൽ ഫസ്റ്റ് വൺ ആണ് അസസ്മെൻറ്റ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. അസസ്മെൻറ്റ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും, അവരുടെ ഫുൾ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം നമ്മൾ മനസ്സിലാക്കി അസസ് ചെയ്ത് അതിനുശേഷം അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുക. റിട്ടണായിട്ടും അതുപോലെ നമ്മൾ പേഷ്യൻ്റെ ഫയൽ റിട്ടേൺ ഫയലായിട്ടും അതുപോലെ തന്നെ
സിസ്റ്റത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കുക, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട്. കംപ്ലീറ്റ് പേഷ്യൻ്റ് ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാം ഇൻക്ലൂഡിങ് കൊമോർബിഡിറ്റീസ്, അലർജീസ്, പ്രീവിയസ് സർജറീസ്, മെഡിക്കേഷൻസ്, ഹാബിറ്റ്സ്, അനസ്തേഷ്യ ഹിസ്റ്ററി. സോ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും അലർജി ഉണ്ടോ, അല്ലെങ്കിൽ മുന്നേ ഏതെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, അതുപോലെ ഹാബിറ്റ്സ്, എന്തെങ്കിലും സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ആൽക്കഹോൾ അങ്ങനെയുള്ള എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടോ, പിന്നെ അനസ്തേഷ്യ ഹിസ്റ്ററി, മുന്നേ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് അനസ്തേഷ്യയാണ് കൊടുത്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസസ് ചെയ്യുക. പേഷ്യൻറ്റിനോടോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനോടോ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അത് റിട്ടൺ ആയിട്ട് എഴുതി വെക്കുക, അതുപോലെ സിസ്റ്റത്തിലും അപ്ലോഡ് ചെയ്യുക. റിവ്യൂ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റസ്, അതായത് ലാബ് ടെസ്റ്റ്, ECG, എക്സ്റേ, ഇമേജിങ് അസോർട്ടഡ്, ഓക്കെ, ഇങ്ങനെയുള്ള ലാബ് ടെസ്റ്റുകളുണ്ട്. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയുള്ളതുണ്ട്, ECG, അതുപോലെ എക്സ്റേ, ഇപ്പോൾ സ്കാനിങ് റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ടെസ്റ്റിൻ്റെ റിസൾട്ടും അതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ എല്ലാം ശേഖരിച്ച് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെക്കുക. റെക്കോർഡ് ബേസ് ലൈൻ വൈറ്റൽ സൈൻസ്. വൈറ്റൽ സൈൻസ് മീൻസ് നമ്മുടെ നോർമലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാന ഘടകങ്ങളാണ് ഈ BP, ബ്ലഡ് പ്രഷർ, അതുപോലെ പൾസ്, ടെമ്പറേച്ചർ, റെസ്പിറേറ്ററി റേറ്റ്, ഇതെല്ലാം നോർമലി ഉള്ള, അതായത് സർജറിക്ക് മുന്നേ ഉള്ള ആ പേഷ്യൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർമൽ ഹാർട്ട് റേറ്റ് എത്രയാണ് എന്നുള്ളതെല്ലാം രേഖപ്പെടുത്തി വെക്കുക. എൻഷുർ ഇൻഫോംഡ് കൺസെൻറ്റ് ഈസ് ഒബ്ടൈൻഡ്, സൈൻഡ് ആൻഡ് വിറ്റ്നസ്ഡ് ബിഫോർ ഗിവിങ് എനി പ്രീ മെഡിക്കേഷൻ ഓർ സെഡേഷൻ. സോ സർജറിക്ക് മുന്നേ നമ്മൾ കുറച്ച് മെഡിക്കേഷൻസ് കൊടുക്കും, അതായത് കുറച്ച് ടാബ്ലറ്റോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസോ നമ്മൾ കൊടുക്കും. സെഡേഷന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നിന്നും, പേഷ്യൻ്റെ ബൈസ്റ്റാൻഡറുടെ കയ്യിൽ നിന്നാണ് കൺസേൺ ഫോം മേടിക്കുക, ഫോം ഫില്ല് ചെയ്ത് മേടിക്കുക. അതായത് നമ്മൾ സമ്മതപത്രം എഴുതി മേടിക്കുക എന്ന് പറയും അതിനെ. സർജറിക്ക് പൂർണ്ണ സമ്മതമാണ്, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള കൺസേൺ ഫോം ആയിരിക്കും നമ്മൾ കൊടുക്കുക. അത് അവർ ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് തരും. സോ അത് ആ കൺസേൺ ഫോം കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ സർജറിക്ക് വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ ഉള്ളിലോട്ട് കയറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രിപ്പറേഷനാണ്. ഹൈജീൻ ആൻഡ് സ്കിൻ പ്രിപ്പറേഷൻ, അതായത് മെയിൻലി പേഷ്യൻറ്റിനെ നല്ലൊരു ബാത്ത് കൊടുക്കുക, നന്നായിട്ടൊന്നൊരു ഷവർ ചെയ്യാൻ പറയുക, നന്നായിട്ട് കുളിച്ചിട്ട് വരിക, നെയിൽസൊക്കെ ക്ലീൻ ആക്കുക, നെയിൽ പോളിഷോ മേക്കപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, ഫുള്ളായിട്ട് മായ്ച്ച് കളയുക. പിന്നെ എവിടെയാണോ സർജറി അവിടുത്തെ സ്കിന്ന് ഹെയർ റിമൂവ് ചെയ്യുക. കാലിലാണെന്നുണ്ടെങ്കിൽ, മുട്ടിലാണെങ്കിൽ ആ ഭാഗത്തെ നമുക്ക് ബോഡി ഹെയർസ് ഉണ്ടാവും. സോ അവിടുത്തെ ഹെയർസ് എല്ലാം നേരത്തെ കൂട്ടി തന്നെ റിമൂവ് ചെയ്യുക. പിന്നെ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ NPO സ്റ്റാറ്റസ്. NPO മീൻസ് നിൽ പെർ ഓറൽ, അതായത് നമ്മൾ ഒന്നും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ. ഒരു 8 മണിക്കൂർ 6 മണിക്കൂർ ഡിപ്പെൻസ് ഓൺ സർജറിയാണ് നമ്മൾ ആ ഒരു അവേഴ്സ് പറയുന്നത് പേഷ്യൻറ്റിനോട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്പിറേഷൻ റിസ്ക് തടയാൻ വേണ്ടിയിട്ടാണ്. ആസ്പിറേഷൻ മീൻസ് ഇങ്ങനെ ശ്വാസകോശത്തിലോട്ട് ഫുഡിൻ്റെ കണ്ടൻസ് എന്തെങ്കിലും പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് ആസ്പിറേഷൻ തടയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഫാസ്റ്റിംഗ്, ഫുഡ് കഴിക്കാണ്ടിരിക്കുക സർജറി, അത് മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. റിമൂവ് പേഴ്സണൽ ഐറ്റംസ്, ജ്വല്ലറി, ഡെഞ്ചേഴ്സ്, കോണ്ടാക്ട് ലെൻസസ്, പ്രോസ്തസിസ്, ഓർ സെക്യൂർ ദം അപ്രോപ്രിയേറ്റ്ലി. അതായത് ഇപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇപ്പോൾ ജ്വല്ലറീസൊക്കെ ഗോൾഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജ്വല്ലറി ഐറ്റംസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് കറക്റ്റ് ആരുടെയിലാണോ കൊടുക്കേണ്ടത്, ഇപ്പോൾ ബൈസ്റ്റാൻഡറിൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്ത് അവരുടെ നിന്ന് എഴുതി ഒപ്പിട്ട് മേടിക്കുക, നമ്മളിങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സർജറിക്ക് മുന്നേ അവരുടെ അടുത്തെല്ലാം മാറ്റി വെച്ചിട്ട് വരാൻ പറയാം. ഡെഞ്ചേഴ്സ് എന്ന് പറയുന്നത് വെപ്പ് പല്ല് അങ്ങനത്തെ സംഭവങ്ങൾ. ദെൻ കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക. പ്രോസ്തസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലാസ്സോ ഹിയറിംഗ് എയ്ഡ്സോ അങ്ങനെ എന്തെങ്കിലും, നമ്മളിപ്പോൾ ചെവി കേട്ടുകൂടാതെ വെക്കുന്നത്, പിന്നെ നമ്മൾ ഈ വെപ്പ് കാല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും, അതെല്ലാം ഊരി വെച്ചിട്ട് വേണം സർജറിക്ക് വേണ്ടിയിട്ട് പോകാൻ. ഇനി ഇഫ് ഇൻഡിക്കേറ്റഡ് IV കാനുള്ള ഇൻസെർഷൻ, പ്രീ OP മെഡിക്കേഷൻസ്, ഫ്ലൂയിഡ് തെറാപ്പി. ഇപ്പോൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ മാത്രം IV കാനുള്ള നമ്മൾ ഇടുക. IV കാനുള്ള മീൻസ് ഇൻട്രാവീനസ് കാനുള്ള ഇടുക. പിന്നെ പ്രീ ഓപ്പറേറ്റീവ് മെഡിക്കേഷൻസ് കൊടുക്കുക, അതായത് സെഡേറ്റീവ്സോ ആൻറ്റിബയോട്ടിക്സോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഡ്രഗ്സ് കൊടുക്കുക. ഫ്ലൂയിഡ് തെറാപ്പി.
ഡ്രൈയിങ് ഏജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സെക്രീഷൻസ് ഒക്കെ ഒരുപാട് നമ്മുടെ മൗത്തിൽ നിന്നൊക്കെ വരും. നമ്മളിങ്ങനെ ഉറങ്ങി കിടക്കുന്ന ടൈമിലാണെങ്കിൽ നോർമലി നമുക്ക് വരാറുണ്ട്. സോ അണ്ടർ അനസ്തീഷ്യ പോകുമ്പോഴും പേഷ്യൻറ്റിൽ നിന്ന് അങ്ങനെ വരാറുണ്ട്. സോ അങ്ങനത്തെ സെക്രീഷൻസ്, മൗത്തിൽ നിന്ന് വരുന്ന സെക്രീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫ്ലൂയിഡ് തെറാപ്പി മീൻസ് നമ്മൾ നോർമലി ഡ്രിപ്പ് ഇടുന്നില്ലേ, അതിനെയാണ് പറയാം. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഒരു പ്രിപ്പറേഷൻ ചെയ്യാം. empty bladder if needed or catheterization if ordered. സർജറിക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഒന്ന് വാഷ്റൂമിൽ പോയി ബ്ലാഡർ എംറ്റി ചെയ്യുക, യൂറിൻ പാസ് ചെയ്തിട്ട് വരിക. ആൻഡ് catheterization മീൻസ് യൂറിനറി ട്യൂബ് ഇടുക, യൂറിനറി catheterization ചെയ്യാമെന്ന് പറയും. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ഒരു ലോങ് സർജറി ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ വയസ്സായ ആൾക്കാർക്കാണ്, അല്ലെങ്കിൽ മുട്ടിൻ്റെയൊക്കെ കാലിനൊക്കെ നടക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരിക്കും സർജറിക്ക് ശേഷം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കത്തീറ്റർ ഇടും, നമ്മൾ യൂറിൻ കത്തീറ്റർ ഇടും. നെക്സ്റ്റ്, സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ ആൻഡ് പേഷ്യൻ്റ് ടീച്ചിങ്. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയേഴ്സ്, റിസ്ക്, ബെനിഫിറ്റ്സ്, വാട്ട് ടു എക്സ്പെക്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ സർജറി. ദിസ് ഹെൽപ്സ് റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് ബിൽഡ് ട്രസ്റ്റ്. അതായത് പേഷ്യൻറ്റിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺലി ക്ലിയർ ആയിട്ട് പറയാം. എന്താണ് പ്രൊസീജിയർ, എന്ത് സർജറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്താലുള്ള റിസ്ക്, അല്ലെങ്കിൽ ഇത് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സർജറിക്ക് ശേഷവും അതിന് മുന്നേയൊക്കെ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഓൾറെഡി ഇത് പറഞ്ഞതാണ്, പേഷ്യൻറ്റിന് ഫസ്റ്റ് ടൈം ആയിരിക്കാം ഒരു സർജറി അണ്ടർഗോൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ ഒരു പേടി ഉണ്ടാവാം, ഫസ്റ്റ് ടൈം ഓപ്പറേഷൻ തിയേറ്റർ കാണുന്നതിൻ്റെ ഒരു പേടി ഉണ്ടാവാം. സോ അങ്ങനെയുള്ള ഒരു ആൻസൈറ്റി, ഒരു ഫിയർ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഒരു വിശ്വാസം ആ ഡോക്ടറിൻ്റെ മേലിലും അവിടെ നിൽക്കുന്ന സ്റ്റാഫ്സിൻ്റെ മേലിലും എല്ലാം ഒരു വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. പ്രൊവൈഡ് പ്രീ ഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, NPO ഇൻസ്ട്രക്ഷൻസ്, hygiene, what items to remove, what to expect after surgery, and any special instructions like bowel preparation, fasting, etc. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. ആ ആൾക്കാർക്ക് അവർക്ക് അറിയില്ലായിരിക്കും, അവർ ഒരു നോർമൽ മെഡിക്കൽ ഫീൽഡിൽ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒട്ടും അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ NPO ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. NPO ഇൻസ്ട്രക്ഷൻ മീൻസ് ഫാസ്റ്റിംഗ്. എത്ര മണിക്കൂറിന് മുന്നെയാണ് ഫുഡ് കഴിക്കേണ്ടത്. ഇപ്പോൾ നാളെ രാവിലെ സർജറി ആണെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഫുഡൊന്നും കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പോയി കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഹൈജീൻ, ഒന്ന് കുളിച്ച് നല്ല ഇതായിട്ടിരിക്കുക. ഹൈജീൻ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരാം. പിന്നെ എന്തൊക്കെ ഐറ്റംസാണ് റിമൂവ് ചെയ്യേണ്ടത്, ഇപ്പോൾ ജ്വല്ലറീസ്, ഡെഞ്ചേഴ്സ്, സ്പെക്ട്സ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. പിന്നെ ബവൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വാഷ്റൂമിൽ പോകുക, അതായത് മോഷൻ പാസ് ചെയ്തിട്ട് വേണം നമ്മൾ റെഡി ആയിട്ട് ഇരിക്കാൻ. ഇൻ കേസ് അങ്ങനെ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ടാബ്ലറ്റ് കൊടുക്കും. ടാബ്ലറ്റും എനിമ എന്ന് പറയും, അത് കൊടുക്കും. അത് വെച്ചിട്ടായിരിക്കും ബവൽ പ്രിപ്പറേഷനും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ സർജറിക്ക് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി റോൾ ഓഫ് നേഴ്സ് ഓർ GDA സ്റ്റുഡൻറ്റ് ഇൻ പ്രീ ഓപ്പറേറ്റീവ് കെയർ. ആസ് എ GDA സ്റ്റുഡൻറ്റ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രീ ഓപ്പറേറ്റീവ് കെയറിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. കളക്ടിങ് ആൻഡ് വെരിഫൈങ് പേഷ്യൻറ്റ് ഹിസ്റ്ററി, ഫിസിക്കൽ അസസ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ്. പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള അസസ്മെൻറ്റ് ചാർട്ട് ആൻഡ് ലാബ് റിപ്പോർട്ട്സ്, അതാണ് ഇൻവെസ്റ്റിഗേഷൻസ്. ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കീപ്പ് ചെയ്യുക. എൻഷുറിങ് കൺസേൺ ഫോം സൈൻഡ് ആൻഡ് ലീഗൽ റിക്വയർമെൻറ്റ്സ്. കൺസേൺ ഫോം, സമ്മതപത്രം മേടിച്ച് വെക്കുക. പ്രിപ്പയറിംഗ് പേഷ്യൻറ്റ് ഫിസിക്കലി, ഹൈജീൻ, ഫാസ്റ്റിംഗ് അഡ്വൈസ്, റിമൂവിങ് പേഴ്സണൽ ഐറ്റംസ്, സ്റ്റാർട്ടിംഗ് IV if ordered. നേരത്തെ പറഞ്ഞതുപോലെ ഹൈജീൻ്റെ കാര്യം പറയുക, പേഷ്യൻറ്റിനെ ഫിസിക്കലി ആൻഡ് മെൻ്റലി പ്രിപ്പയർ ആക്കുക. പിന്നെ എന്തെങ്കിലും പേഴ്സണൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യിപ്പിക്കുക. ഇൻട്രാവീനസ് ഫ്ലൂയിഡ്, IV ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യുക, പറയുകയാണെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യാം. എഡ്യൂക്കേറ്റിംഗ് ദ പേഷ്യൻറ്റ് ആൻഡ് ഫാമിലി. ചില സമയത്ത് നമുക്ക് പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് ബൈസ്റ്റാൻഡേഴ്സിന് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും. സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഡു ഓൾ ദീസ് തിങ്സ്. എല്ലാം പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. കംപ്ലീറ്റിംഗ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ്, എൻഷുറിംഗ് ഓൾ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് സേഫ്റ്റി ചെക്സ് ആർ ഡൺ. അപ്പോൾ ഇതെല്ലാം ഡോക്യുമെൻറ്റേഷൻ ചെയ്യുക, അതായത് എല്ലാം കളക്ട് ചെയ്ത് റിട്ടൺ ആയിട്ടും അതുപോലെ സിസ്റ്റത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത്, ഇപ്പോൾ ഉള്ള എല്ലാ ഹോസ്പിറ്റൽസിലും നോർമലി സിസ്റ്റത്തിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു പേഷ്യൻ്റ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ID വെച്ചിട്ട് നമുക്ക് സിസ്റ്റത്തിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. സോ റിട്ടൺ ആയിട്ടും അതുപോലെ പേഷ്യൻ്റ് ഫയലിൽ എഴുതുന്ന പോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ സിസ്റ്റമാറ്റിക്കലി നമ്മളത് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഗോൾസ് ആണ് പറയുന്നത്.
Ensure patient is physically fit and optimized for surgery. Good nutrition, hydration, stable vitals, no active infections. അതായത് പേഷ്യൻറ്റിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സർജറിക്ക് പ്രിപ്പയർ ആക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫിസിക്കലി ഫിറ്റ് ആക്കുക, അതായത് നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻസ് കൊടുക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, വെള്ളം കുടിക്കുക, സ്റ്റേബിൾ വൈറ്റൽസ്, അതായത് BP, പൾസ്, ടെമ്പറേച്ചർ, ഈ സംഭവങ്ങളെല്ലാം ഒരു നോർമൽ ലെവലിലായിരിക്കണം. ഹൈ ആയാലും ലോ ആയാലും പ്രശ്നമാണ്. പിന്നെ ആക്റ്റീവ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഫീമെയിൽസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫീമെയിൽ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാത്ത വേണം സർജറിക്ക് ഇരിക്കാൻ. ഇൻ കേസ് ആ ടൈമിൽ ഇൻഫെക്റ്റഡ് ആവുകയാണ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആൻറ്റിബയോട്ടിക് എടുക്കുക. എന്നിട്ടും ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ സർജറി പോസ്റ്റ്പോൺ ചെയ്യുക. ഇതാണ് മെയിൻലി ചെയ്യുന്ന കാര്യം. നെക്സ്റ്റ്, റെഡ്യൂസ് സർജിക്കൽ ആൻഡ് അനസ്തെറ്റിക് റിസ്ക്, പ്രൊവൈഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട്. നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ് റിപ്പീറ്റഡ്ലി പറയുന്നത്. ദെൻ എൻഷുർ സേഫ് ആൻഡ് സ്മൂത്ത് ട്രാൻസിഷൻ ഫ്രം വാർഡ് ടു ഓപ്പറേഷൻ റൂം. ഓൾ ചെക്സ്, ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഹാൻഡ് ഓവർ ഡൺ പ്രോപ്പർലി. യെസ്, ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ വാർഡിൽ നിന്ന് നമ്മൾ പേഷ്യൻറ്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്ന ടൈമിൽ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ, അതായത് പേഷ്യൻറ്റിന് എന്തെങ്കിലും അലർജി ഉണ്ടോ, പേഷ്യൻറ്റിന് IV ക്യാനുള്ള ഇട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഹാൻഡ് ഓവർ കൊടുക്കുക. വാർഡിൽ നിന്നുള്ള നേഴ്സ് വേണം, ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന നേഴ്സിന് വേണ്ടിയിട്ട് ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഹാൻഡ് ഓവർ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. താങ്ക് യു.